അമൃത പ്രേക്ഷകർക്ക് എൻ്റെ ജയഹിന്ദ്. ഇന്നലെ ഇങ്ങനെ ഒരു വെടിനിർത്തൽ വന്നത് എല്ലാവരെയും അത്ഭുതപ്പെടുത്തിയിരുന്നു. ഈ ലെവലിൽ തുടരുന്ന ഒരു സംഘർഷം 4 ദിവസത്തിനുള്ളിൽ നിന്ന ഒരു ചരിത്രം നമ്മുടെ മുമ്പിലില്ല. നമ്മുടെ മുമ്പിലുള്ളത് 3 വർഷം കഴിഞ്ഞ ഉക്രൈൻ റഷ്യൻ യുദ്ധമാണ്, ഇല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞ ഹമാസുമായിട്ടുള്ള ഇസ്രായേലിന്റെ സംഘർഷമാണ്. ഇതിന്റെ ഒരു വെടിനിർത്തലിന്റെ എന്താവാം കാരണമെന്ന ഇതിലേക്ക് ഞാൻ ആലോചിച്ചു. എല്ലാവർക്കും മനസ്സിലാകുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, പാകിസ്ഥാൻ ഇന്ത്യയിൽ നിന്ന് ഇങ്ങനെ പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് ഇങ്ങനെ ഒരു പ്രതികരണം പ്രതീക്ഷിച്ചതേ ഇല്ല എന്ന് തന്നെയാണ് കരുതുന്നത്. എന്താണെന്ന് വെച്ചാൽ ബോംബെ അറ്റാക്കിൽ 166 ഇന്ത്യൻസ് വിദേശീയരും ഉൾപ്പെടെയുള്ള മരണമുണ്ടായപ്പോൾ നമ്മുടെ പ്രതികരണം കാര്യമായിട്ടൊന്നും ഉണ്ടായില്ല. അപ്പോ പല സ്ഥലങ്ങളിലും വൺ ഓഫ് അറ്റാക്കുകൾ നടത്തിയിട്ടാണ്. സർജിക്കൽ സ്ട്രൈക്കിംഗ് ആണെങ്കിലും ഒരു നമ്മുടെ സ്പെഷ്യൽ ഫോഴ്സസ് വൺ ഓഫ് ചെയ്തതാണ്. പാലക്കോട്ടാണെങ്കിലും ഒരു നമ്മുടെ എയർ പവർ ഉപയോഗിച്ച് ഒരു വൺ ഓഫ് അറ്റാക്ക് നടത്തിയതാണ്. അത് കഴിഞ്ഞ് അതിനെ ഫോളോ അപ്പ് ചെയ്തിട്ടില്ല. അപ്പോൾ ഒരു നോർമൽ രീതിയിലേക്ക് നമ്മൾ മടങ്ങിയിരുന്നു. പക്ഷേ 22 ഏപ്രിലിലെ ഈ കൂട്ടക്കൊലയ്ക്ക് നമ്മുടെ ക്ഷമയ്ക്ക് അധികമായിരുന്നു. നമ്മുടെ പബ്ലിക് കംപ്ലീറ്റ് ഇതിന് ഒരു പ്രതികരണം ചെയ്യണമെന്നുള്ള ആശ ന്യായമായിട്ടും ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്, നമുക്ക് വി ഹാഡ് ടു റിയാക്ട് ആൻഡ് വി റിയാക്റ്റഡ്. അത് വളരെ ചെറിയ രീതിയിലായിരുന്നു. 7-ാം തീയതി രാവിലെ ഈ പറഞ്ഞ പോലെ അവരുടെ മിലിറ്ററി എസ്റ്റാബ്ലിഷ്മെന്റിനെ നമ്മൾ തൊട്ടില്ല, അവരുടെ പബ്ലിക്കിനെ തൊട്ടില്ല, അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ തൊട്ടില്ല. ഉള്ള ഈ ഭീകരത ആണ് നമ്മുടെ പ്രശ്നം. അതുകൊണ്ട് ഭീകര ഉള്ള ക്യാമ്പുകൾ, അവരുടെ ജെയ്ഷെ മുഹമ്മദ് LET ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എല്ലാം അവർ പഞ്ചാബിലായിരുന്നെങ്കിലും അതാണ് പാകിസ്ഥാനെ അത്ഭുതപ്പെടുത്തിയ വേറൊരു എലിമെന്റ്. നമ്മൾ ഒരിക്കലും ഇന്ത്യ പാകിസ്ഥാൻ ഇന്റർനാഷണൽ ബോർഡർ IBA കടന്ന് നമ്മൾ പോയിട്ടില്ല. ഒരു ശരിക്കും ഉള്ളൊരു ഓൾ ഔട്ട് വാർ ഉണ്ടാകുന്ന സമയത്തെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതൊക്കെയാണ് ഞാനും കണ്ടിട്ടുള്ളത് എൻ്റെ സർവീസ് ജീവിതത്തിൽ. അപ്പോൾ അതും നമ്മുടെ 100% ക്ലിനിക്കൽ ആൻഡ് ഇത്രയും ക്ഷതം പറ്റിയ ഒരു അറ്റാക്ക് അവർക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് നമ്മൾ പ്രതികരണം നിർത്തി അതിന് അവർ എസ്കലേറ്റ് ചെയ്തില്ലെങ്കിൽ നമ്മളൊന്നിനും പോകില്ല എന്ന് നമ്മൾ അവരോട് പറഞ്ഞിട്ടുള്ളതായിരുന്നു. പക്ഷേ അവർക്ക് പാകിസ്ഥാൻ ആർമിക്കും ആർമിക്ക് പ്രത്യേകിച്ചും അവരുടെ മുഖം ഒരു ഫേസ് സേവർ ആയിട്ട് എന്തെങ്കിലും ചെയ്യാതിരിക്കാൻ പറ്റില്ല. എന്തെന്ന് വെച്ചാൽ അതുവരെ പാകിസ്ഥാൻ ജനതയെ വിശ്വസിപ്പിച്ചിരുന്നത് അവരാണ് അവരുടെ സേവിയർ, ഇന്ത്യയാണ് വില്ലൻ, അവരില്ലെങ്കിൽ പാകിസ്ഥാൻ ഇപ്പോഴേ ഇന്ത്യയുടെ വായിലാകും എന്നുള്ള രീതിയിലാണ് നിർത്തിയിരിക്കുന്നത്. പിന്നെ എല്ലാവർക്കും ഇതായിട്ടുള്ള ജാതി റിലിജിയൻ ആ ഒരു വിഷമം കുത്തിവയ്പ്പിച്ചാണ് നിർത്തിയിരിക്കുന്നത്. അപ്പോൾ അവരുടെ മുമ്പിൽ പാകിസ്ഥാൻ ആർമി മിലിറ്ററി പ്രസ്ഥാനം ഒരു ഫാൻഡമാണ്, സൂപ്പർ സ്റ്റാർ ആണ്. അവർക്ക് ഏറ്റ പകരം ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ പോലെ എന്താണ് ഇത്, ഒരു ഇന്ത്യയുടെ ഒരു മിസൈൽ പോലും എടുക്കാനുള്ള ഒരു കെൽപ്പ് നമ്മുടെ രാഷ്ട്രത്തിനില്ലേ? അപ്പൊ അതുകൊണ്ട് അവർക്കും റിയാക്ട് ചെയ്യേണ്ടി വന്നു, ചെയ്യേണ്ടി വന്നു. അവര് നമ്മുടെ ലഡാക്ക് മുതൽ ഇവിടെ ഗുജറാത്തിലെ വരെയുള്ള സർക്കിർക്ക് വരെയുള്ള കംപ്ലീറ്റ് LC IB എല്ലാം ആക്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് അവർ പ്രകോപനം തുടങ്ങിയത്. അതും ഫലിച്ചില്ല. അപ്പൊ ഓരോ രീതിയിലും ഓരോ സ്റ്റേജിലും നമുക്ക് റെസ്പോൺസ് ചെയ്യേണ്ടി വന്നു. അവസാനം അവര് വിചാരിക്കാത്ത രീതിയിൽ ഞാൻ മനസ്സിലാക്കുന്നത് അവരുടെ ഫ്രണ്ട് ലൈനുള്ള 8 വിമാനങ്ങൾ താഴെ വന്നിട്ടുണ്ട്. അതിൽ F-16 പെടും, J-10 പെടും, JF-17 പെടും. അതൊക്കെ വളരെ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങളാണ്. അതുപോലെ തന്നെ അവരുടെ ഇപ്പൊ ഈ നമ്മൾ കണ്ടത് എയർ വാർഫെയറിന്റെ ഒരു എലിമെന്റ്, ഒരു ഫേസ് മാത്രമാണ്. അതിൽ തന്നെ അവർക്ക് അവരുടെ സ്ട്രാറ്റജിക് എയർഫീൽഡ്സ് ആയ സർഗോദ, റഹീം യാർ ഖാൻ, അങ്ങനെ അവരുടെ ഡ്രോൺസ് ലോഞ്ച് ചെയ്യുന്ന അത് എല്ലാം അവരുടെ എയർഫീൽഡും മറ്റേ അസറ്റ്സ് എന്താണ് അവർക്ക് നാശമുണ്ടായിരിക്കുന്നതെന്ന് ആരും പറഞ്ഞിട്ടില്ല. എന്നാലും എയർഫീൽഡിനെ ഓഫ് ആക്കുക എന്ന് പറയുന്നത് തന്നെ അവർക്ക് നാണക്കേടാണ്. ദാറ്റ് മീൻസ് ചൈനയുടെ നിന്ന് വലിയ പൈസ കൊടുത്ത് വാങ്ങിച്ചിട്ടുള്ള അവരുടെ AD സിസ്റ്റം ഈസ് ഇനാക്റ്റീവ്, ഇൻഎഫിഷ്യന്റ്. അതിനെ കൊണ്ടൊന്നും പറ്റിയില്ല എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ കണ്ടത്. അപ്പൊ അതുകൊണ്ട് നിർത്തി. അപ്പോൾ പാകിസ്ഥാന്റെ ഒരു സ്ഥിതി പറയുകയാണെങ്കിൽ അത്
നമ്മൾ മലയാളത്തിൽ പറയുന്ന പോലെ ഒരു പുലിയുടെ വാല് പിടിച്ച പോലെയാണ്. അപ്പോൾ ആരാണ് വിടാനും വയ്യ, അവർക്ക് ഇന്ത്യയോട് സംസാരിക്കാനും ബുദ്ധിമുട്ട്. ഒരു തേർഡ് പാർട്ടിയെ കൊണ്ടുവരിക എന്നുള്ളത് അതാണ് അവർ ശ്രമിച്ചത്. USA അറബ് രാജ്യങ്ങളിൽ ചൈന പെട്ടെന്ന് ഇടപെടുമെന്ന ഒരു ഇതിൽ ഈ പ്രിലിമിനറി സ്റ്റേജിൽ അവർ ഇടപെടുന്ന കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളുമായിട്ട് അത്ര ഡിപ്ലോമാറ്റിക് ഒരു രീതിയിൽ സുദൃഢമല്ല ചൈനയുമായിട്ടുള്ള ബന്ധം, നമ്മളെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ, എസ്പെഷ്യലി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ. അപ്പോൾ സൗദിയുടെ നമ്മളെ മനസ്സിലാക്കി സൗദി ഒരു അനുനയ ശ്രമം തുടങ്ങിയിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു ക്ലിഞ്ചറായിട്ട് വന്നിരിക്കാൻ ആവുന്നത് അവരുടെ സാമ്പത്തിക സ്ഥിതി നമുക്കറിയാമല്ലോ. അവർ IMF നിന്ന് എത്ര ലോൺ എടുത്താണെന്ന് ഞാൻ പറയാം. നമ്മളാണെങ്കിൽ IMFന്റെ ഒരു ലോൺ എടുത്തത് 1991 മാത്രമാണ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് നോക്കേണ്ടി വന്നിട്ടില്ല. നമ്മുടെ സാമ്പത്തിക ഉദാരവൽക്കരണമൊക്കെ നടന്നത് അപ്പോഴാണ്. അത് കഴിഞ്ഞ് നമ്മൾ മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവർ 25ാമത്തെ ഗഡുവാണ് IMF നിന്ന് എടുക്കുന്നത്. കഴിഞ്ഞ വർഷം ഒരു 7 ബില്യൺ അപ്രൂവ് ആയതിൽ 1 ബില്യൺ അവർ ഓൾറെഡി എടുത്തു. ഈ ഒരു 1 ബില്യൺ അവർക്ക് ഇപ്പൊ കിട്ടിയില്ലെങ്കിൽ അവർക്ക് പല പേയ്മെന്റിന്റെയും പല പ്രശ്നങ്ങളിലേക്ക് ആ രാജ്യം വഴുതി വീഴുമായിരുന്നു. അപ്പോൾ അതിന്റെ ഡിസ്കഷൻ ചെയ്യുന്ന സമയത്ത് US ആണ് അതിലെ മെയിൻ ഡോണർ. അപ്പൊ അതിന്റെ ഒരു കണ്ടീഷനായിട്ട് കൂടി ഇത് പറഞ്ഞു കാണും. പിന്നെ പാകിസ്ഥാൻ വാസ് ലുക്കിംഗ് ഫോർ എ വേ ഔട്ട്. അതുകൊണ്ടാണ് അവര് നമ്മുടെ DGMOയെ വിളിച്ച് ഒരു 3:35 ഇന്നലെ ആഫ്റ്റർനൂണാണ് വിളിച്ചതെന്ന് പറയുന്നു. അപ്പോൾ നോക്കും ഈ പറഞ്ഞ പോലെ നമ്മൾ ഒരു സമാധാനകാംക്ഷിയായ രാഷ്ട്രമാണ്. ഇവിടെ ഓരോ മനുഷ്യന്റെയും തന്നെയാണ് പറയുന്നത്. അതായത് ഇപ്പോൾ ഈ 2 രാജ്യങ്ങൾ പാകിസ്ഥാനുമായി ഏറ്റുമുട്ടുന്നത് ഇന്ത്യക്ക് പകരം മറ്റേതൊരു രാജ്യമാണെങ്കിലും ഈ യുദ്ധം അല്ലെങ്കിൽ ഈ അസ്വാരസ്യങ്ങൾ ഇവിടെ കൊണ്ട് അവസാനിക്കില്ല എന്ന് 100% ഉറപ്പാണ്. സമാന്തരമായി നമ്മൾ ഇസ്രയേൽ ഹമാസ് യുദ്ധങ്ങളും അല്ലെങ്കിൽ റഷ്യ യുക്രൈൻ യുദ്ധങ്ങളും എല്ലാം നമ്മൾ കാണുന്നതാണ്. ഇത് നമുക്ക് ലോകത്തിന് ചുറ്റും നടക്കുന്ന എല്ലാ സംഘർഷങ്ങളും നമ്മൾ കാണുന്നതാണ്. ഇന്ത്യ എന്ന രാജ്യം അത് മുന്നോട്ട് വയ്ക്കുന്ന യുദ്ധത്തിൽ പോലും നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആ നീതിയും നൈതികതയും തന്നെയാണ് നമ്മുടെ ജനതയ്ക്ക് മാത്രം മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള ഭീകരരെ മാത്രം സ്കെച്ച് ചെയ്ത് അവരെ അവസാനിപ്പിക്കണം എന്ന ഒറ്റ ലക്ഷ്യത്തോടു കൂടി ഞങ്ങളുടെ നയം ഇതാണ് എന്ന് ലോകത്തിന് മുന്നിലും പാകിസ്ഥാന് മുന്നിലും വളരെ വ്യക്തമായി വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ഈ നയം അത് തന്നെയാണ് ഒരുപക്ഷെ അങ്ങേയറ്റം ഈ ഒരു വിജയം, ഈ വെടിനിർത്തൽ ധാരണ, അല്ലെങ്കിൽ ഇതൊരു യുദ്ധമാണെങ്കിൽ, ഇതൊരു അസ്വാരസ്യമാണെങ്കിൽ, സംഘർഷമാണെങ്കിൽ ഇപ്പോൾ വിജയം നമ്മുടേത് തന്നെയാണ് എന്ന് ഉറപ്പിച്ചു പറയേണ്ടി വരും. തീർച്ചയായിട്ടും. ഞാൻ എന്നോടാണോ? അതെ 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 താങ്കളോടാണ്. അതെ തീർച്ചയായിട്ടും ഞാൻ 100% ഞാൻ അംഗീകരിക്കുന്നു, യോജിക്കുന്നു. പറഞ്ഞു വരുന്നത് ഇതാണ്. അപ്പോൾ അവർക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്നും രക്ഷപ്പെടണം എന്ന ഒരു അവരുടെ മാനുഷികത്വമായ ഇമേജ് അവർക്ക് മറക്കേണ്ടി വരുന്നു. ഒരു സൈനികൻ എന്ന നിലയിൽ എനിക്ക് ഇപ്പോഴത്തെ സീസ് ഫയറിനോട് എനിക്ക് അനുകൂലിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ നിന്നുള്ള ഈ ഭീകരവാദവും അത് അനുസരിച്ചുള്ള നമ്മുടെ നഷ്ടങ്ങളുമെല്ലാം അതിന്റെ മൂലകാരണം 1989 അവരുടെ സിയാവുൾ ഹക്ക് ജനറൽ അന്നത്തെ പ്രസിഡന്റ് ഒക്കെ ആയിരുന്നു. അങ്ങേര് പബ്ലിക്കായിട്ട് അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൺവെൻഷണൽ വാർഫെയറിൽ പാകിസ്ഥാൻ ഒരിക്കലും ഇന്ത്യയെ പരാജയപ്പെടുത്താൻ സാധിക്കില്ല. അതുകൊണ്ട് എന്താണ് ചെയ്യുക? ഒരു 1000 കട്ട്സ് കൊണ്ട്, 1000 മുറിവുകൾ കൊണ്ട് നമ്മളെ ക്ഷീണിപ്പിക്കുക, തുടർച്ചയായിട്ട് നമ്മളെ ക്ഷീണിപ്പിച്ചുകൊണ്ട് ഒരു മുൻകൈ എടുക്കുക, അതായിരുന്നു അവരുടെ സ്ട്രാറ്റജി. അതിൽ നിന്നാണ് ഈ കാശ്മീരിലെ ഭീകരവാദവും ഭീകരരെ കുട്ടികളെ ഇവിടുന്ന് കൊണ്ടുപോയി ട്രെയിൻ ചെയ്ത്, ഇല്ലെങ്കിൽ ഇവിടെ ജിഹാദ് നടത്തണം എന്ന രീതിയിൽ മറ്റുള്ള മുസ്ലിം രാജ്യങ്ങളിലെ ഇവിടുത്തെ ആക്ച്വൽ ജെ സിറ്റുവേഷൻ നോർമലാണെന്ന് അറിയാത്ത ആൾക്കാരെ അവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുന്നത് ഇവിടെ പള്ളിയിൽ പോകാൻ ജുമാ ചെയ്യാൻ പറ്റുന്നില്ല, അവരെ പിടിച്ച് ഉപദ്രവിക്കുകയാണെന്നുള്ള കാര്യങ്ങളാണ്. ഇവിടെ ഞാൻ കാശ്മീരിൽ തുടർച്ചയായിട്ട് 5 വർഷം സർവീസ് ചെയ്ത ആളാണ്, ഈ 91-96 അല്ലേ. അപ്പൊ അതിൽ പിടിക്കപ്പെട്ട ഭീകരരിൽ നിന്ന് ജീവനോടെ പിടിച്ച ആൾക്കാരിൽ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാക്കിയതാണ്. അവർ വിചാരിച്ച ഞങ്ങളോട് പറഞ്ഞത് അല്ല ഞങ്ങൾ ഇവിടെ കണ്ടത്, ഇവിടെ നോർമലാണ്, ഇവിടെ എല്ലാം മുസ്ലിങ്ങൾക്ക് അങ്ങനെ പ്രശ്നമില്ല, അത് ആ ഒരു രീതി. അപ്പൊ പറഞ്ഞു വരുന്നത് ആ ഒരു 1000 കട്ട്സിന്റെ ഭാഗമായിട്ടാണ് നടന്നത്. അതിന്റെ പുറകിലുള്ളത് ഈ JM ആവട്ടെ അല്ലെങ്കിൽ LET ആവട്ടെ, അതിന്റെ പുറകിലുള്ളത് പാകിസ്ഥാൻ ആർമിയാണ്. പാകിസ്ഥാൻ ആർമിയും അവരുടെ മുൻ
ഇന്റർ സർവീസ് ഇന്റലിജൻസ് എന്ന് പറയുന്ന ആ ഒരു ഓർഗനൈസേഷൻ, ഫണ്ട്സിന് ലിമിറ്റ് ഒന്നുമില്ല, അവരാണ് ഇതെല്ലാം ഓർഗനൈസ് ചെയ്യുന്നത്. അപ്പോൾ അതിന്റെ പ്രഭവ സ്ഥാനം ഇതിന്റെ എല്ലാം പാകിസ്ഥാൻ ആർമിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഈ അപ്രമാദിത്വം അവരുടെ ഭരണത്തിനുള്ളത് പാകിസ്ഥാൻ മിലിറ്ററിയെ കൺട്രോൾ ചെയ്യുന്നത് ആർമിയാണ്. എന്ന് പറഞ്ഞാൽ ചീഫ് ഓഫ് ആർമി സ്റ്റാഫാണ് അവിടുത്തെ ഡിഫാക്ടോ റൂളർ. അവരുടെ മുഖമായിട്ടാണ് ഒരു പ്രൈം മിനിസ്റ്റർ മിക്കവാറും. ഇപ്പോഴത്തെ അവർ അപ്പോയിന്റ് ചെയ്ത ക്യാബിനറ്റ് പോലെയല്ലേ, അതിനേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ഒരു സൈനികന്റെ ഇത് പറയുകയായിരുന്നു. അപ്പോൾ ഇവരുടെ ഒരു ഇമേജ് തകർക്കുക എന്നുള്ളതാണ് ഇതിന്റെ ആത്യന്തികമായ നമ്മുടെ ലക്ഷ്യം. അവര് ഒരു നോർമൽ രാഷ്ട്രത്തിന്റെ ഒരു നോർമൽ ആർമി ചെയ്യേണ്ട പോലെ അവരുടെ അതിരുകൾ കാക്കുക എന്നുള്ളതാണ് ആർമിയുടെ ലക്ഷ്യം. അത് നമ്മളേതായാലും അതിൽ കടക്കാൻ പോകുന്നില്ല. പക്ഷേ അവർക്ക് ഭരണത്തിൽ എല്ലാം വേണം. ഫോറിൻ അഫയേഴ്സ് ആണെങ്കിലും ഡിഫൻസിലാണെങ്കിലും അവരാണ് ഓൾറെഡി നയം രൂപീകരിക്കുന്നത്. അതുപോലെ തന്നെ പാകിസ്ഥാന്റെ എന്തെങ്കിലും ഉള്ള സാമ്പത്തിക എല്ലാം നിയന്ത്രിക്കാനുള്ള ഫൗജി ഫൗണ്ടേഷനെയൊക്കെ പറ്റിയെല്ലാം നിങ്ങളെല്ലാം കേട്ടിട്ടുണ്ടാവും. അതിന്റെ കൺട്രോൾ വേണം. അപ്പോൾ അവരുടെ നമ്പർ 1 സ്ഥാനവും നിലനിർത്താനുള്ള ആന്റി ഇന്ത്യനിസം നിർത്തിയേ പറ്റുള്ളൂ. അതിന് ഈ പാകിസ്ഥാനെ ഇതൊരു ഗോഡ് ഗിവൺ ഓപ്പർച്യൂണിറ്റി, അവർ തന്ന ചാൻസ് ആണ് നമുക്ക്. അപ്പൊ ഇത് ഉപയോഗിക്കാതിരിക്കുക മണ്ടത്തരമാണെന്നാണ് ഒരു സൈനികൻ എന്ന രീതിയിൽ ഞാൻ പറയുന്നത്. പക്ഷെ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഗവൺമെന്റിന് തീരുമാനമെടുക്കുമ്പോൾ നമ്മളിപ്പോഴേതായാലും അവരെ കാണിച്ചു കൊടുത്തു അവരുടെ വീക്ക്നെസ് എന്താണ്. ഒരു പക്ഷേ ഒരു വെടിനിർത്തൽ ധാരണ എന്നതിലേക്കൊക്കെ നമ്മൾ എത്തുമ്പോഴും യഥാർത്ഥ പ്രശ്നം, അതായത് ഭീകരവാദം എന്ന യഥാർത്ഥ പ്രശ്നം ഇനിയും അത്രയും വലിയ രീതിയിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നതിൽ ഒരു 0.001% എങ്കിലും ഒരു ചോദ്യം ഉയരുകയാണ്. കാരണം ഈ പഹൽഗാം ആക്രമണം നടത്തിയ 4 ഭീകരരെ ഇനിയും നമുക്ക് കണ്ടെത്താനായിട്ടില്ല, പിടികൂടാനായിട്ടില്ല. മാത്രമല്ല ഇതിനിടയ്ക്കാണ് കഴിഞ്ഞ ദിവസം ഈ അസ്വാരസ്യങ്ങളും ഈ സംഘർഷങ്ങളും പ്രകോപനങ്ങളും എല്ലാം നടക്കുന്നതിനിടയിൽ നമ്മുടെ സൈനിക ക്യാമ്പിൽ കഴിഞ്ഞ ദിവസവും ഭീകരർ നുഴഞ്ഞു കയറുന്നു, ആക്രമണം നടത്താനുള്ള ശ്രമം നടത്തുന്നു. അപ്പോൾ ഈ ഭീകരർ എന്നുള്ള ആ ഒരു എലമെന്റ്, ആ ഒരു ഘടകത്തിനെ മൂടോടുകൂടി പിഴുതെറിയാനുള്ള നടപടികൾ ചെയ്താൽ മാത്രമേ കുറച്ചെങ്കിലും നമുക്ക് സമാധാനപരമായി ഈ പാകിസ്ഥാൻ എന്ന അയൽരാജ്യത്തെയും കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കും. തീർച്ചയായിട്ടും അതാണ് ഇതൊരു മൾട്ടി ഡയമെൻഷണൽ അപ്രോച്ചാണ് നമുക്ക് വേണ്ടത്. നേരത്തെ ഉണ്ടായ ഭീകരതകളിൽ ആക്ഷനുകളിൽ നമ്മുടെ പ്രതികരണം ഈ പറഞ്ഞ പോലെ വൺ ഓഫ് ആയിരുന്നു. ഈ പ്രാവശ്യമാണ് മൾട്ടി ആർമി നേവി എയർഫോഴ്സ് എല്ലാവരും. നേവിയെ നമുക്ക് ഇടപെടേണ്ടി വന്നില്ല, അതൊരു ഫേസിലേക്ക് നമ്മൾ പോയില്ല. ആർമിയും എയർഫോഴ്സും ആണ് ഈ ഒരു ഇതുവരെ പങ്കെടുത്തത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു നമ്മൾ കൊടുക്കാനുള്ള മെസ്സേജ് കൊടുത്തു. അവർ പഠിക്കാനുള്ള പാഠങ്ങളിൽ ലെസൺസ് നമ്പർ 2, 3, 4 എല്ലാം കൊടുത്തിട്ടുണ്ട്. യു ആർ നോട്ട് വാട്ട് യു. അവര് പറഞ്ഞാൽ ഒരു ദിവസം മുഴുവൻ പറയാനുള്ള കാര്യങ്ങളുണ്ട്. അവരുടെ ഈ പഹൽഗാം ആക്രമണത്തിന് മുമ്പ് വളരെ കുപ്രസിദ്ധമായ ചീഫ് ഓഫ് ആർമി സ്റ്റാഫ് ജനറൽ മുനീറിന്റെ ഇതുണ്ടല്ലോ, ഇന്ത്യ ഈസ് ദേ ആർ എ ഡിഫറെന്റ് കൺട്രി, ഹിന്ദുസ് ആർ വീക്ക്, മുസ്ലിംസ് ആർ ഡിഫറെന്റ്, അവരെല്ലാത്തിലും സൂപ്പർലേറ്റീവ് ആണ്. അങ്ങനെ ഒരു രീതിയിലാണ് അദ്ദേഹം അതിൽ സംസാരിച്ചത്. അപ്പോ അത് എവിടെ നിൽക്കുന്നു എന്ന് ഇപ്പൊ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട്. അവർ മനസ്സിലാക്കിയാൽ അവർക്ക് നന്ന്. പിന്നെ ഈ 4 പേരെ പറ്റി ദേ ആർ ഇമ്മെറ്റീരിയൽ. അത് 4 പേരല്ലെങ്കിൽ വേറെ 4 പേരായിരിക്കും. അവരിവിടെ അല്ലെങ്കിൽ വേറൊരിടത്ത് പിടിക്കപ്പെടും. അവരുടെ ജാതകം അത്ര ദീർഘമുള്ള ആയുസ്സുള്ള ജാതകമായിരിക്കില്ല. ഈ പ്രദേശങ്ങളെല്ലാം ഓപ്പറേറ്റ് ചെയ്തുള്ള അനുഭവം കൊണ്ടാണ് നമ്മൾ പറയുന്നത്. അന്നത്തെ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് പിന്നോട്ട് പോകാൻ അവർക്ക് ഓൾറെഡി നമ്മൾ റിയാക്ട് ചെയ്യാനുള്ള അതിനെപ്പറ്റി നമുക്ക് വേറെ നിശ്ചയിക്കാം. എന്ന് വെച്ചാൽ അവിടെ ഒരു സുരക്ഷ അവിടെ അതുവരെ ഒരു സുരക്ഷാ പ്രശ്നം ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ വർഷം, അതിന്റെ മുമ്പത്തെ വർഷവും പല വർഷങ്ങളായിട്ടും അവിടെ ഈ സ്ഥലങ്ങളിൽ ഞാൻ അറ്റ്ലീസ്റ്റ് 2 പ്രാവശ്യമെങ്കിലും പോയിട്ടുള്ള സ്ഥലങ്ങളാണ്. അവിടെ വളരെ തിക്ലി വുഡഡ് ആണ്. അവിടെ നിന്ന് 2 പേര് പോയി, അത് പ്രശ്നമല്ല. പക്ഷേ ഈ പറഞ്ഞ പോലെ LEC അവരുടെ നേതാക്കൾ ഇല്ലെങ്കിൽ തന്നെ അവിടെ വേറെ നേതാവ് വരും. ഈ ഒരു ഭീകരവാദത്തിന്റെ വികാരം നിലനിൽക്കുന്നിടത്തോളം കാലം ഭീകരത ഉണ്ടാകും. അതിൽ നിന്ന് മുതലെടുക്കാനുള്ള ഉണ്ടെങ്കിൽ, അതിനെ ഫണ്ട് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കിൽ അതുണ്ടാകും. അപ്പൊ ഈ പറഞ്ഞ പോലെ ഒരു ലോങ് ടേം പ്ലാനാണ് നമുക്കുണ്ടാവുന്നത്. അപ്പൊ മൾട്ടി ഡയമെൻഷനിലാണ് ഞാൻ പറഞ്ഞത്. നമ്മുടെ ആർമി, നമ്മുടെ ബാക്കി ഇന്റലിജൻസ് ഓഫീസേഴ്സ് അത് സുശക്തമാണ്. അത് തുടരണം. അതുപോലെ തന്നെ ഇൻഡസ്ട്രി വാട്ടർ ട്രീറ്റ് ചെയ്യാനൊക്കെ ഇപ്പൊ നമ്മൾ ഉപയോഗിക്കേണ്ട ഒരു ആയുധമാണ്.
അതാണ് അവരുടെ ജൂബിലർ വെയിൻ കാശ്മീർ ആണെന്ന് പറയുന്നത് വ്യക്തമാണ്. പക്ഷെ ആ ജൂബിലർ വെയിലിന്റെ കൺട്രോൾ നമ്മുടെ കയ്യിലാണ്. അതെങ്ങനെ ഉപയോഗിക്കണമെന്ന് നമ്മൾ കാണിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഉണ്ട്. പിന്നെ ഇവര് നമ്മുടെ FATF എന്ന് പറയുന്ന ടെറർ ഫണ്ടിങ് ആൻഡ് മണി ലോണ്ടറിങ് ഇന്റർനാഷണൽ ഗ്രേഡ് ലിസ്റ്റ് കൊണ്ടുവന്ന ഇവർക്ക് IMF നിന്നും വേൾഡ് ബാങ്കിൽ നിന്നുമുള്ള പൈസ ഹെൽപ്പ് കിട്ടാൻ ബുദ്ധിമുട്ടായിട്ട് വരും. അങ്ങനെ ആ രീതിയിൽ നമ്മൾ നീങ്ങുന്നുണ്ട്. അങ്ങനെ മൾട്ടി ഡയമെൻഷനായിട്ട് ഇവരെ കുരുക്കി നിർത്തിയാലേ അവരുടെ ഈ വികാരം വന്ന് അവരെ നോർമൽ അവിടെ ഒരു നല്ല ജനാധിപത്യത്തിൽ ഉറച്ച ഒരു ഗവൺമെന്റ് വരിക എന്നുള്ളതാണ് ആദ്യത്തെ. ആ പ്രൈം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ പ്രൈം മിനിസ്റ്ററായിട്ട് അവരുടെ ഓർഡർ ഒബേ ചെയ്യുന്ന ഒരു ആർമി ഉണ്ടാകണം. ഇതൊക്കെ ഒരു ലോങ് ടൈം പ്ലാനാണ്. അപ്പോൾ നമുക്ക് ഇപ്പൊ ഈ സീസ് ഫയർ ഈസ് നത്തിങ്. നമ്മുടെ ഗാർഡ് ഡൗൺ ചെയ്യാൻ ഒരു ദർ ഇസ് നോ ഇതില്ല. അതിന് നമുക്ക് അങ്ങനെ ഒരു ലക്ഷ്വറി വരുന്നില്ല. അതെല്ലാം ഇതുപോലെ നിൽക്കും. പക്ഷെ അവര് എങ്ങനെ ഇനി പ്രതികരിക്കുന്നു നമ്മുടെ ശക്തി നമ്മൾ കാണിച്ചു കൊടുത്താണ്. സോ വി ഡോണ്ട് ഹാവ് ടു വറി. ഓവർ ടു യു. തീർച്ചയായും ഒരു കാര്യം കൂടി ഞാൻ എടുത്തു ചോദിക്കട്ടെ. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എപ്പോഴൊക്കെ സംഘർഷങ്ങൾ അല്ലെങ്കിൽ അസ്വാരസ്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ഇത് നമ്മുടെ രണ്ട് രാജ്യങ്ങൾക്കകത്തുള്ള പ്രശ്നമാണ്. നമ്മളിത് സംസാരിച്ച് സോൾവ് ചെയ്യേണ്ട അല്ലെങ്കിൽ നമ്മൾ ഇത് അടിച്ചു തീർക്കേണ്ട ഒരു പ്രശ്നമാണ്. മൂന്നാമതൊരു രാജ്യത്തിൻ്റെ മാധ്യസ്ഥമോ ഒന്നും നമ്മൾ ഒരിക്കലും ആവശ്യപ്പെട്ടിട്ടുമില്ല. അങ്ങനെ ഒരു സഹായം ഒരിടത്തുനിന്നും അഭ്യർത്ഥിച്ചിട്ടുമില്ല. പക്ഷേ കഴിഞ്ഞ ദിവസം പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് അടക്കം ഒരു താങ്ക്ഫുൾനെസ് അമേരിക്കയ്ക്കാണ് നൽകുന്നത്. അമേരിക്കയുടെ ഇടപെടൽ കൊണ്ട് ട്രംപിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒക്കെ ഒരു വെടിനിർത്തൽ അവരുടെ ഇതുകൊണ്ട് വെടിനിർത്തൽ ധാരണയിലേക്ക് നമ്മൾ എത്തുന്നു എന്ന തരത്തിൽ. ശരിക്കും ഇക്കാര്യത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് ഇക്കാര്യത്തിൽ ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു അഭ്യർത്ഥന അമേരിക്ക അടക്കമുള്ള ഏതെങ്കിലും രാജ്യങ്ങളോട് ഉണ്ടായിട്ടുണ്ടോ എന്നത് സംബന്ധിച്ച് ഇനിയും ഒരു ക്ലാരിറ്റി ഉണ്ടായിട്ടില്ല. അത് സംബന്ധിച്ചും ഒരു വിശദീകരണമൊക്കെ ഈ നമ്മുടെ ഭരണകൂടം നൽകേണ്ടതില്ലേ? ഷഹബാസ് ഷെരീഫ് പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് അദ്ദേഹത്തിൽ നിന്ന് നമുക്ക് വേറെ എന്തെങ്കിലും പ്രതീക്ഷിക്കാമോ? ഈ കനോട്ട് താങ്ക് ഇന്ത്യ. അവര് ഈ TGMO ലെവലിൽ അവര് കൺവേ ചെയ്തത് നമ്മൾ പ്ലീസ് നിർത്തൂ എന്നുള്ളത് ആ രീതിയിലാണല്ലോ പറഞ്ഞിരിക്കുക. നമ്മളും ഈ പറഞ്ഞതുപോലെ മനുഷ്യത്വത്തിന്റെ ലെവലിൽ നമ്മൾ എടുത്തതാണ്. എന്താ വെച്ചാൽ നഷ്ടപ്പെടാൻ നമുക്കാണ് കൂടുതൽ. നമ്മുടെ ഇവിടുത്തെ ഒരു ആളിന്റെ ജീവനാണ് നമുക്ക് രക്ഷിക്കേണ്ടത്. അപ്പോൾ കുറച്ച് ഒരു ഗീവ് അവേ ചെയ്താലും കുഴപ്പമില്ല. പിന്നെ ഈ അമേരിക്കയുടെ കാര്യം, അമേരിക്ക ഒരു സൂപ്പർ പവർ ആണ്. അല്ലാതെന്ന് പറയാമോ? കാർഗിൽ യുദ്ധത്തിന് അവരുടെ പ്രസിഡന്റിനെ അമേരിക്കയിൽ വിളിച്ച് താക്കീത് കൊടുത്തത് അന്നത്തെ പ്രസിഡന്റാണ്. അവര് ഒരു സൂപ്പർ പവർ ആണ്. അത് സമ്മതിച്ചേ പറ്റുകയുള്ളൂ അവര്. പക്ഷെ 2 ദിവസം മുമ്പ് വൈസ് പ്രസിഡന്റ് വാൻസ് പറഞ്ഞാ ഇത് പാകിസ്ഥാനും യൂത്ത് വാട്ട് എവർ ഈസ് ഹാപ്പനിങ് ഈസ് ബിറ്റ്വീൻ പാകിസ്ഥാൻ ആൻഡ് ഇന്ത്യ. ഞങ്ങൾ ഒന്നും ചെയ്യാനില്ല. പക്ഷെ ട്രംപ് പറഞ്ഞായിരുന്നു അവർ ചോദിച്ചാൽ ഞങ്ങളൊന്ന് ചെയ്യാം. അങ്ങനെയായിരുന്നു അവരുടെ ഇതും. നമുക്കെന്തിനാണ് US മീഡിയേഷൻ പോകേണ്ട ഒരു കാര്യമില്ലായിരുന്നു. ഇവർ ഈ വിധത്തിൽ പോയിരുന്നെങ്കിൽ നമ്മൾ ഓരോന്ന് എസ്കലേറ്റ് ചെയ്തു. പക്ഷെ നമ്മുടെ ഒരു വിവേകമില്ലാത്ത ഇല്ലോജിക്കലായ അവരുടെ പവറിനെ മാത്രം നോക്കുന്ന അവരുടെ ജനതയെ നോക്കാത്ത ഒരു ഗവൺമെന്റ് ഏത് വിധത്തിലാണ് അവരുടെ കയ്യിൽ ഏതായാലും ന്യൂക്ലിയർ ഇതുണ്ട്, അത് ഉപയോഗിക്കുകയോ ഇല്ലയോ അതിനുള്ള ഒരു അവസരം നമ്മൾ കൊടുക്കണ്ടെന്ന് വിചാരിച്ചിട്ടും കൂടിയാണ് നമ്മൾ ഇങ്ങനെ. നമ്മളൊക്കെ വേണ്ടത് ഭീകരതയെ അവരോട് പറയാണ്. നിങ്ങൾ എവിടെയാണ് ലാസ്റ്റ് റിമാർക്ക് പറഞ്ഞത്, എനി ആക്ട് ഓഫ് ടെറർ വിൽ ബി ടേക്കൻ ആസ് ആൻ ആക്ട് ഓഫ് വാർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഇമ്മെറ്റീരിയലാണ്. ഇപ്പൊ ആർക്ക് ഇത് പറഞ്ഞു എന്നുള്ളത്. അപ്പൊ അവര് ചിലപ്പോൾ സജസ്റ്റ് ചെയ്തിട്ടുണ്ടാവും നമ്മളോട്. അപ്പൊ നമ്മൾ നോ എന്ന് പറയേണ്ട കാര്യമുണ്ടോ? ആയിരണ്ടാവും അങ്ങനെയല്ലല്ലോ പോകുന്നത്. നമുക്ക് ഇത് കഴിഞ്ഞിട്ട് US-ലേക്കോ വേറെ രാജ്യങ്ങളിലൊക്കെ സജസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഓപ്പറേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ആ രീതിയിൽ കണ്ടാൽ മതി ഇതിനെ. ഓവർ ടു യു. ഓക്കെ, ഒരുപക്ഷെ ഈ IMF-ൽ ഉണ്ടായ പാകിസ്ഥാനുണ്ടായ ഈ ധനസഹായം ഒരുപക്ഷെ അമേരിക്ക ചൂണ്ടുവിരലിൽ പാകിസ്ഥാനെ നിർത്തി ഇത്തരമൊരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തിലേക്ക് വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചതാണെങ്കിലോ എന്നൊരു ചോദ്യം കൂടി ഉയരുന്നുണ്ട്. ഈ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ദിവസം രാവിലെ ബുരിയാനുൾ മറൂസ് എന്ന് പറഞ്ഞിട്ട് ദി അൺബ്രേക്കബിൾ വാർ എന്ന് പറഞ്ഞ് അവർ പരസ്യമായ ഒരു ഓപ്പറേഷൻ പ്രഖ്യാപിക്കുകയാണ് ഇന്ത്യക്ക് പിന്നാലെ. തൊട്ട് പിന്നാലെ ഉച്ചയ്ക്ക് ഒരു 3:35 ആകുന്നതോട് കൂടി പറയുന്നു ഞങ്ങൾ വെടിനിർത്തൽ ധാരണയ്ക്ക് തയ്യാറാണ് എന്ന്, നമുക്ക് ചർച്ചകൾ നടത്താമെന്ന്. ഇത്ര പെട്ടെന്നൊരു ട്വിസ്റ്റ് ആൻഡ് ടേൺ വരുമ്പോൾ സ്വാഭാവികമായും IMF-ൽ നിന്നുള്ള ധനസഹായത്തിൻ്റെ ആ വാളിൽ പാകിസ്ഥാനെ അമേരിക്ക കുത്തി നിർത്തിയതാകാം ഒരുപക്ഷെ ഇത്തരത്തിലുള്ള നിലപാടിലേക്ക് പാകിസ്ഥാൻ എത്തിയതെന്ന് നമ്മൾ കരുതണോ? തീർച്ചയായും മാഡം, ഞാൻ ഓപ്പണിങ്ങിൽ സൂചിപ്പിച്ചായിരുന്നു. 2 പ്രധാന കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഇതാവാം, അതാണ് ഇപ്പോൾ മാഡം പറഞ്ഞ പോലെ വൈ ആൾ ഓഫ് എ സഡൻ ടേൺ എന്നുള്ള കാര്യം. IMF-ന്റെ ആ ഒരു ചർച്ച നടന്നത് ആ രീതിയിൽ. അപ്പോൾ
അങ്ങനെ പറയാതിരിക്കാൻ സാധ്യമല്ല. അതിലെ ഈ സ്റ്റേക്സ് എന്ന് പറയുമല്ലോ, പാകിസ്ഥാന്റെ സ്റ്റേക്സ് വളരെ കൂടുതലാണ്. പിന്നെ ദേ വാണ്ടഡ് ടു ഗെറ്റ് അവേ. ഞാൻ പറഞ്ഞ പോലെ പുലിയുടെ വാലയിൽ നിന്ന് വേറെ ആരെങ്കിലും പിടിച്ച് അതിന്റെ തല ആരെങ്കിലും പിടിച്ചാലേ പാല് വിടാൻ പറ്റുള്ളൂ. അങ്ങനെ ആ ഒരു രീതിയിൽ ആണ് അതിനെ കാണുന്നത്. അതുകൊണ്ട് പിന്നെ നമ്മൾ കാണാത്ത ഇതാണ് മേജർ 2 റീസൺസ് വി ക്യാൻ ഫൈൻഡ്. താങ്ക് യു.